വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില 1 kg കേക്കാണ്. എല്ലാവരും ഒന്ന് വായോ. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള ഒരു കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. 1 kg ആയതുകൊണ്ട് 7 ഇഞ്ച് ടിന്നാണ് ഞാൻ എടുക്കുന്നത്. അതിന് ബട്ടർ പേപ്പർ ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്ന് മുറിച്ച് അതിനകത്തോട്ട് വെക്കണം. പിന്നെ 1 kgക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അത് 250 ഗ്രാം അളവുള്ളതാണ്. അതിലേക്ക് മൈദ ഫുൾ നിറയ്ക്കണം. ഫുൾ നിറച്ച് ഒന്ന് ലെവൽ ചെയ്ത് വേണം എടുക്കേണ്ടത്. അതൊരു അരിപ്പയ്ക്കകത്തോട്ടിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും അതിലേക്ക് ഇടണം. പിന്നെ നമുക്ക് സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ 3 ഇൻഗ്രീഡിയൻസ് അതോട് ചേർന്ന് ഒന്നാകത്തുള്ളൂ. പിന്നെ 1 kgക്ക് 3/4 കപ്പ് ഷുഗറാണ് വേണ്ടത്. അതിന് ഞാൻ 1/2 കപ്പും 1/4 കപ്പ് ഷുഗറുമാണ് എടുക്കുന്നത്. അതൊരു മിക്സി ജാറിനകത്തോട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഫൈനായിട്ട് പൊടിക്കുമ്പം അത് ഒത്തിരി ചൂടാകരുത് കേട്ടോ. ചൂടായാൽ നമ്മളുടെ ഷുഗർ അങ്ങ് മെൽറ്റായി പോകും. ചൂടാകാത്ത രീതിയിൽ വേണം അതൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 ഐറ്റം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസും, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും സോൾട്ടും പിന്നെ ഷുഗറും. പിന്നെ നമുക്ക് ആവശ്യമായ 4 മുട്ടയാണ്. ആ 4 മുട്ട നമ്മൾ പൊട്ടിച്ചൊരു പാത്രത്തിനകത്ത് എടുത്ത് അതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റും. എഗ്ഗ് വൈറ്റാണ് നമ്മൾ ആദ്യം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നത്. എഗ്ഗ് യോക്ക് അങ്ങ് മാറ്റി വെക്കണം. അത് ഫസ്റ്റ് സ്പീഡ് കൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. അതൊന്ന് പതഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അടുത്ത സ്പീഡ് കൊടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് സ്പീഡ് അങ്ങനെ കുറച്ച് പതഞ്ഞ് വരണേ, എന്നിട്ടേ സെക്കൻഡ് സ്പീഡിലേക്ക് പോകാനുള്ള. പതഞ്ഞ് വന്ന് ഇനി നമ്മൾ സെക്കൻഡ് സ്പീഡ് കൊടുക്കണം. സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്, ഫോർത്ത് സ്പീഡ്, അങ്ങനെ 5th സ്പീഡ് വരെ കൊടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരും. അങ്ങനെ ഷുഗർ നല്ല ഒരു ഫ്ലഫി ആകുന്ന രീതി വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. 5th സ്പീഡാകുമ്പോൾ അത് റെഡി ആയിക്കോളും. ആ ഒരു പാത്രം കമത്തി വെച്ചാൽ പോലും അത് താഴോട്ട് വരത്തില്ല, കണ്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം. കുറേശ്ശെ എടുത്ത് നമ്മൾ ആഡ് ചെയ്യാമല്ലോ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഫ്ലഫി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ അത് ചെയ്യാവുള്ളേ. ആ മൊത്തം പഞ്ചസാരയും ആ എഗ്ഗ് വൈറ്റിനോട് ആഡ് ചെയ്തതിന് ശേഷമേ സ്പീഡ്, പിന്നെ സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്, അങ്ങനെ ഓരോ സ്പീഡ് കൂട്ടി നമ്മൾ അത് ബീറ്റ് ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ഷുഗറെല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇപ്പം ആ രീതി കണ്ടോ. പിന്നെ ഓരോ സ്പീഡ് കൂട്ടി 5th സ്പീഡ് വരെ കൊടുക്കണം. അപ്പം നല്ല ഫ്ലഫിയായി വരും. ഇപ്പം ഷുഗറും എഗ്ഗ് വൈറ്റ്, ഈ 2 ഐറ്റമാണ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് പ്യുവർ വൈറ്റാണ് നോക്കിയേ. എന്ത് രസമാണ് കാണാനെന്നറിയോ. ഐസ്ക്രീം പോലെ ഇരിക്കും. ഇതിപ്പം എന്താണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലേ. ഇതൊരു പിന്നെ എഗ്ഗ് വൈറ്റാണോ ഷുഗറും കൂടെ ആഡ് ചെയ്ത ഒരു മിക്സിംഗ് ആണോ അതോ ഐസ്ക്രീമാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. അത്രയ്ക്ക് നല്ല രസമാണ് കാണാനായിട്ട്. അതിനുശേഷം എഗ്ഗ് യോക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം.
എല്ലാം കൂടി ഇടരുതേ. ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഫ്ലഫ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഓരോ മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒത്തിരി അപ്പം അന്നേരത്തേക്ക് ആ ഒരു ബാറ്റർ ലൂസ് ആകത്തില്ല, ആ ഒരു കട്ടിയായിട്ട് തന്നെ ഇരിക്കും. കുറച്ച് ചെറിയ രീതിയിൽ ലൂസ് ആകത്തുള്ളൂ, ഫ്ലഫ്നെസ് പോകത്തില്ല. കണ്ടോ, ഒന്ന് ഫസ്റ്റ് സ്പീഡ് മാത്രമേ ഇടാവുള്ളേ, മറ്റ് സ്പീഡുകളൊന്നും ഇടരുത്. എഗ് യോക്കിന് ഫസ്റ്റ് സ്പീഡിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാവുള്ളൂ. അതും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ ബീറ്റർ മാറ്റി. പിന്നെ ഇനി ബീറ്ററിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്ക് സ്പാച്ചില ഉപയോഗിച്ച് വേണം ഇനി അടുത്തതെല്ലാം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. സ്പാച്ചില ഉപയോഗിച്ച് എല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ആ താഴേന്ന് വേണം മിക്സ് ചെയ്യേണ്ടത്. അത് സ്ലോ ആയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഒത്തിരി അങ്ങ് സ്പീഡ് കൂട്ടരുത്. സ്പീഡ് കൂട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു പതയില്ലേ, ആ ഒരു ഫ്ലഫ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ 1 kg 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് വേണ്ടത്. ഞാൻ ഈ വാനില എസൻസ് ആട്ടോ ഉപയോഗിക്കുന്നത്. എനിക്കിതാണ് ഇഷ്ടം, നല്ല സ്മെല്ല് അതിനാണ് വരുന്നത്. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒന്നും ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, സ്പാച്ചില ഉപയോഗിച്ചാണ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് ചെയ്യണം, കട്ടയാകാൻ പാടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ മൈദ ഒക്കെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മൈദ, ബേക്കിംഗ് പൗഡർ, സോൾട്ട്, അത് ഓരോ സ്പൂണിലൂടെ കുറേശ്ശെ ഇട്ട് വേണം അത് മിക്സ് ചെയ്യേണ്ടത്. അത് നല്ലതുപോലെ കട്ട കെട്ടാതെ വേണം, പതുക്കെ വേണം നമ്മൾ ഓരോ ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അതും കുറേശ്ശെ വേണം നമ്മൾ ഒഴിക്കേണ്ടത്. പിന്നെ സ്മെല്ലുള്ള ഓയിലൊന്നും നമ്മൾ ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. പിന്നെ ബട്ടർ ചേർക്കുമ്പം കേക്കിൻ്റെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാവും, കുറച്ചും കൂടെ ചാർജ് കൂടുതലായിരിക്കും കേക്കിന്. ബട്ടറിന് വില കൂടുതലല്ലേ സൺഫ്ലവർ ഓയിലിനേക്കാൾ, അപ്പം അതിനനുസരിച്ചായിരിക്കും കേക്കിൻ്റെ റേറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത്. ബട്ടർ നല്ല ടേസ്റ്റാണ് കേട്ടോ, പക്ഷെ അതിനനുസരിച്ച് വേണം കസ്റ്റമറിൻ്റെ നമ്മൾ റേറ്റ് വാങ്ങിക്കണം. അവരോട് ചോദിക്കണം സൺഫ്ലവർ ഓയിലാണോ ബട്ടറാണോ. സൺഫ്ലവർ ഓയിലിന് ബട്ടറിനേക്കാൾ റേറ്റ് കുറവാണ്. പിന്നെ അത് നമ്മൾ 7 ഇഞ്ച് ടിന്നിനകത്ത് ബട്ടർ പേപ്പറെല്ലാം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ബാറ്റർ പതുക്കെ ഒഴിക്കണം. കണ്ടോ, റിബൺ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ റിബണായിട്ട് വീഴുന്ന കണ്ടോ, ആ രീതി വേണം. ഒത്തിരി ലൂസാകാനും പാടില്ല, എങ്കിലേ നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അത് കഴിക്കുമ്പോൾ എന്ത് രുചിയാണെന്നറിയാമോ. അത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ കേക്കിൻ്റെയൊക്കെ എന്ത് സ്മെല്ലാണ് വരുന്നതെന്നറിയാമോ. അതൊന്ന് റൗണ്ട് ചെയ്യണം, ഒന്ന് ലെവൽ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒത്തിരി അങ്ങ് ഒരു ഭാഗത്തോട്ട് പൊങ്ങി നിൽക്കും, വേറൊരു ഭാഗത്ത് ഇങ്ങനെ ഹൈറ്റ് ഇല്ലാതെ വരും. അതിന് വേണ്ടിയാണ് ലെവൽ ചെയ്യുന്നത്. പിന്നെ ഓവനാണെങ്കിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതങ്ങോട്ട് നമ്മൾ വെക്കേണ്ടത്. ടാപ്പ് ചെയ്യണം കേട്ടോ, ഒന്ന് 20 മിനിറ്റ്സ് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ വേണം നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അതായത് 45 മിനിറ്റ്സ് മതിയാവും. അങ്ങനെ നമ്മുടെ കേക്കെല്ലാം റെഡിയാകുന്ന സമയത്ത് നമുക്ക് അതിന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുക, ക്രീമാക്കണം. ഞാൻ ഫിയോനയുടെയാണ് എടുക്കുന്നത്. 1 കപ്പ് മതിയാകും 1 kg. പിന്നെ ഒരു 1/4 കപ്പ് അഡീഷണലായിട്ട് നമ്മൾ എടുക്കണം. എന്തെങ്കിലും ഡിസൈനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് കട്ടയില്ലാതെ വേണം നമ്മൾ എടുക്കേണ്ട. ഫ്രീസറിൽ ഇരിക്കുന്നത് 1 മണിക്കൂർ മുമ്പേ വെളിയിൽ എടുത്ത് വെക്കണം. കട്ടയില്ലാത്ത രീതി വേണം, എന്നാൽ തണുപ്പ് വേണം അതിന്. തണുപ്പില്ലെങ്കിൽ അത് ബീറ്റ് ആകത്തില്ല, നല്ല ക്രീമി ആകത്തില്ല.
കട്ടയില്ലാത്ത രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്നു. ആദ്യം ഫസ്റ്റ് സ്പീഡ്, അത് 1 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. അങ്ങനെ 1 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്പീഡ് കൊടുക്കുന്നു, അത് 1 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നു. പിന്നെ തേർഡ് സ്പീഡ്, അത് 1 മിനിറ്റ്. പിന്നെ ഫോർത്ത് സ്പീഡ് ഒരു അര മിനിറ്റ് മതിയാവും. ഫിഫ്ത്ത് സ്പീഡ് ഒരു 30 സെക്കൻഡ്, അത് മതിയാവും. അപ്പം തന്നെ നല്ല ക്രീമി ലുക്കാവും കണ്ടോ. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് ക്രീമി ആകുമ്പോൾ അത് ലൂസായി പോകും കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ മതിയാവും കണ്ടോ. ആ പാത്രം കമത്തി വെച്ചാൽ പോലും താഴോട്ട് വരുത്തില്ല ക്രീമി. നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു, ഒരു മിൽക്കി ആയിട്ടല്ലായിരുന്നോ ഇരുന്നത്, ഒരു പാല് പോലെ. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തപ്പം കണ്ടില്ലേ, അങ്ങനെ ഇരിക്കണം കേക്കിലേക്ക് നമ്മൾ വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഓവനിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം എടുത്ത് അത് 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്നത് 3 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 3 ലെയർ മതി. അങ്ങനെ ഓരോ ലെയർ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത്, അതായത് ബേസ് നമ്മൾ 7 ഇഞ്ച് ടിന്നിലല്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബേസ് 9 ഇഞ്ച് ബേസാണ് എടുക്കേണ്ടത്. 10 ഇഞ്ച് ബേസ് ആയാലും കുഴപ്പമില്ല, 9 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കട്ട് ചെയ്ത് ഓരോ 3 ലെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 9 ഇഞ്ച് ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് വേണം കേക്ക് അതിൻ്റെ പുറത്ത് വെക്കേണ്ടത്. കാര്യം വെച്ചാൽ കേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല, അതിലങ്ങ് ടച്ച് ചെയ്തിരുന്നോളും, പിടിച്ചിരുന്നോളും. അങ്ങനെ ആ ഒരു ബേസിൻ്റെ സെൻട്രലായിട്ട് വെക്കണം കേട്ടോ. നോക്കണം, അത് സെൻട്രൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യണം. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് വാട്ടറിനകത്ത് 1/2 കപ്പ് ഷുഗർ ഇട്ട് നല്ലപോലെ മെൽറ്റ് ചെയ്ത് ബോയിൽ ചെയ്ത് തണുപ്പിച്ചറിയതാണ് ഈ ഷുഗർ സിറപ്പ്. പിന്നെ അത് ഒഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം. ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യുന്നത്. എന്നിട്ടാണ് കേക്കിലേക്ക് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കേണ്ടതായിട്ട് വരത്തില്ല, കറക്റ്റായിരിക്കും. ഒത്തിരി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്താൽ തന്നെയും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ക്രീം കൂടുതലാണെന്ന് ഓരോരുത്തരും കസ്റ്റമർ പറയും. ഇത് കറക്റ്റ് അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ക്രീം പൈപ്പിംഗ് ബാഗിലെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ അതൊന്ന് സ്പ്രെഡ് ചെയ്യണം സ്പാച്ചില ഉപയോഗിച്ച്. പിന്നെ ചുറ്റുമുള്ള ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് ലെവൽ ചെയ്യണം. പിന്നെ നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുന്നു. ഇത് വാനില ആയതുകൊണ്ട് ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ക്രീം അങ്ങോട്ട് തേച്ച് ഓരോ ലെയർ അങ്ങ് വെക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 ലെയറും അങ്ങനെ വെച്ച് അതൊന്ന് നല്ലപോലെ ഒന്ന് ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം കേട്ടോ. സ്പാച്ചില ഉപയോഗിച്ച് ലെവൽ ചെയ്യണം. ഇങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങ് ലെവൽ ചെയ്താൽ മതി. പിന്നെ കുറച്ച് നേരം അങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷമായിരിക്കണം ഫസ്റ്റ് ടോപ്പിൽ വേണം നമ്മളൊന്ന് ക്രീമൊന്ന് അപ്ലൈ ചെയ്യേണ്ടത്. ആ 10 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്രംസ് ഒന്നും വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി, കേക്കിൻ്റെ പൊടി വെളി വരത്തില്ല. അതിന് 10 മിനിറ്റ്സ് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്നത്. പിന്നെ ടോപ്പാണ് ഞാൻ ആദ്യം ലെവൽ ചെയ്യുന്നത് കേട്ടോ, എങ്കിലേ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. എനിക്കങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതൊന്ന് ടോപ്പ് നല്ലതുപോലെ ലെവൽ ചെയ്ത് ഷേപ്പാക്കി കണ്ടോ, അത് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വേണം ഇങ്ങനെ ഷേപ്പ് ചെയ്യേണ്ടത്. ഇപ്പം നല്ല മോൾ ഭാഗം നല്ല ഷേപ്പായി വരുന്നുണ്ട്.
അതിനുശേഷം അതിന് നല്ലതുപോലെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം. അതിനുശേഷം സൈഡ് ക്രീം കൊണ്ട് ഫില്ല് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലായിടവും ഒന്ന് നോസിൽ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചുറ്റും മുകൾ ഭാഗം വരെ ഇങ്ങനെ ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്യണം. മുകൾ ഭാഗം വരെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ മുകൾ ഭാഗം വരെ എത്തും. ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി കേട്ടോ. എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. നല്ല നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് ചുറ്റിക്കുമ്പം അത് നല്ലതുപോലെ ലെവലാവും. നല്ല സ്മൂത്തായിട്ട് ലെവലാവും. കണ്ടോ? പിന്നെ മോൾഭാഗം ഇങ്ങനെ പൊന്തി വരുന്നതെല്ലാം നമ്മൾ സ്പാച്ചില ഉപയോഗിച്ച് ഇങ്ങനെ നല്ലതുപോലെ ലെവൽ ചെയ്യണം. അത് താൻ്റെ സൈഡ് ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. ഇത് സംഭവം ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പിന്നെ എളുപ്പമായിരിക്കും. അങ്ങനെ മോൾഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്പാച്ചില ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ലെവൽ ചെയ്യുവാണ്. അപ്പോൾ നല്ല ഷേപ്പാവും. കണ്ടോ, നല്ലതുപോലെ ഷേപ്പായില്ലേ ഇപ്പം? നല്ല ഷേപ്പായി. ടോപ്പും സൈഡും എല്ലാം നല്ലതുപോലെ ഷേപ്പായി. പിന്നെ ഞാനൊരു ഡിസൈൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അതായത് ഇങ്ങനെ ചുമ്മാ ആ നോസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോരോ കേർവോ ലൈനോ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ഡിസൈൻ. കണ്ടോ? ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഈ ഡിസൈനാണ് ഉണ്ടാക്കേണ്ടത് പോലും എനിക്ക് തോന്നിയില്ല. പിന്നീടാണ് ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഓർത്തത്. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കേർവ് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ കേർവായിട്ട് ലൈനായിട്ട് വരയ്ക്കണം. കണ്ടോ? അത് നല്ല രസമാണ്. അത് വൈറ്റിനകത്ത് ഈ വൈറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ. അങ്ങനെ കേക്ക് ചുറ്റും താഴെ ഭാഗവും അതുപോലെ ഇങ്ങനെ കേർവായിട്ട്. കണ്ടോ? നല്ല രസം അത് കാണാനായിട്ട്. പിന്നെ ഏറ്റവും താഴെ എല്ലായിടവും അങ്ങനെ വെച്ചിട്ട് ഏറ്റവും താഴെ ഒരു ഡോട്ടായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. മൊത്തം കവർ ചെയ്യണം. ആ ഒരു ഡിസൈൻ ഒരു നെറ്റ് പോലെ ഇരിക്കും കേട്ടോ. ആ കേക്കിനെ നെറ്റ് കൊണ്ട്, ഒരു വെള്ള നെറ്റ് കൊണ്ട് പൊതിഞ്ഞതുപോലെ തോന്നിക്കും. കണ്ടോ? അത് നമ്മളിങ്ങനെ ചെയ്യണം. പിന്നെ ഓരോ ഡോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ. ചുമ്മാ ഒരു രസം, ഒരു ഡിസൈൻ. താഴെ ഒരു ബേസിൽ നെറ്റ് കൊടുത്തിട്ട് ആ നെറ്റിന് ഒരിത് കിട്ടാൻ വേണ്ടി താഴെ ഞാൻ ഓരോ ഡോട്ട് കൊടുത്തു. നെറ്റിനൊരു ബലം കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ ഹാപ്പി ആനിവേഴ്സറി എന്ന് ഞാൻ എഴുതി. ശങ്കർ
ആൻഡ് സോനു മോൾ. അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. ഓർഡർ ചെയ്തതാണ് അത്. ഹാപ്പി ആനിവേഴ്സറി ശങ്കർ ആൻഡ് സനു മോൾ. പിന്നെ 2 പൂവും ഞാൻ വെച്ചു. എങ്ങനെയുണ്ട് ഈ ഡിസൈൻ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് മീ. കൊള്ളാവോ? അങ്ങനെ ഹാപ്പി ആനിവേഴ്സറി ശങ്കർ ആൻഡ് സോനു മോൾ. Thanks for watching. Subscribe me. Bye.